എല്ലാവർക്കും നമസ്കാരം. 2 ദിവസമായാലും നമ്മൾ കണ്ടിട്ട്. ഞാൻ മെനിഞ്ഞാന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി തലേദിവസം ഞാനും മനുവും കൂടി ഉണ്ടായിരുന്ന സമയത്ത് എടുത്തൊരു വീഡിയോ ആണ് മെനിഞ്ഞാന്ന് അപ്ലോഡ് ചെയ്തത്. അപ്പോൾ മെനിഞ്ഞാന്ന് ഞാൻ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇന്നലെയും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ശരിക്കും കുറച്ച് മാനസികമായിട്ട് ഒരു വിഷമത്തിലായിരുന്നു. വീഡിയോ ചെയ്യാൻ പറ്റുന്നൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഈ പറഞ്ഞ മെൻ്റൽ ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയില്ലേ? എന്നൊക്കെ പറയാം. എന്ത് സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, ഏത് വിഷയം സംസാരിക്കണം എന്നൊക്കെ അറിയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. ഇന്ന് വീഡിയോ ചെയ്യുന്നതിന് മുൻപായിട്ട് നമുക്ക് ഒരു റീൽ കാണാം. ഒരു തമാശ റീൽ. ആ റീൽ ഒന്ന് കണ്ടിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. പെലാടി മോളെ, ഇതുവരെയുള്ള എന്റെ കമന്റ് റിയാക്ഷൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കമന്റ്. മഞ്ജു വന്ന് കിടന്നിട്ട് ആ എഴുതിയേക്കുന്ന അതേ കമന്റ് ആ മതിലിലോട്ടൊന്ന് എഴുതും. ഇനി അതേ പൊസിഷനില് കമന്ന് കിടന്ന് ആ കമന്റ് ഒന്നും കൂടെ മതിലേൽ എഴുതൂ. അയ്യോ മനസ്സിലായോ? എസ് ചാക്കോ, ആ കമന്റിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. കമന്റ് ഇട്ട മഹാനുഭാവന്റെ അച്ഛൻ ചത്തു, കൊലയാടി മോളെ, അതുകൊണ്ട് എനിക്ക് കമന്റ് ഇടാൻ സമയം കിട്ടിയില്ലെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഓക്കെ, അപ്പോൾ ഗംഗയാണ് ഈ ഒരു റീൽ ചെയ്തേക്കുന്നത്. ഗംഗയും ഗംഗയുടെ അച്ഛനും കൂടി ഒരു കമൻറ്റിനോട് അവരെങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഇതാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കാത്തിരുന്നൊരു വീഡിയോ ആയിരിക്കും ഇത്. ഞാൻ എന്ത് പറയുന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച്? കാരണം ഇന്ന് കുറച്ച് പേരെങ്കിലും പറയാൻ ശ്രമിക്കുന്ന വളച്ചൊടിക്കുന്ന ഒരു കാര്യമാണ്. ഷഫീന ബീവിയോടുള്ള പേടി കൊണ്ടാണ് ദേവ് വീഡിയോ ചെയ്യാത്തത്. ബാക്കി എല്ലാ റിയാക്ഷൻ വ്ളോഗേഴ്സും വീഡിയോ ചെയ്തു, ദേവ് മാത്രം വീഡിയോ ചെയ്യുന്നില്ല. ദേവിന് മാത്രം ഈ ഒരു കാര്യത്തിൽ അഭിപ്രായമില്ല. ദേവ് ഷഫീന ബീവിയുടെ അടുത്തയാളാണ്, മോനാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഒരു സംസാരം നടക്കുന്നുണ്ട്. നമ്മളൊരാളോട് സംസാരിക്കുന്നതും അല്ലെങ്കിൽ ഒരാളോട് ഇടപെടുന്നതും പരിചയപ്പെടുന്നതും അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യമല്ലേ. നമ്മൾ ആരോട് സംസാരിക്കണം, ആരോട് ഇടപെടണം, ആരോട് അടുക്കണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. എവിടെയാണോ ഒരു ബന്ധം നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് അവിടെ ആ ബന്ധം ക്ലോസ് ചെയ്യാനും എനിക്കറിയാം. എവിടെയാണോ ലിമിറ്റ് വെക്കേണ്ടത് ആ ലിമിറ്റ് വെക്കാനും എനിക്കറിയാം. എവിടെയാണോ എന്താണോ സംസാരിക്കേണ്ടത് അത് സംസാരിക്കാനും എനിക്കറിയാം. എനിക്ക് അവിടെ ഒരാളെയും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം 2 കാരണമാണ്. നമുക്ക് എല്ലാവർക്കും, നമ്മളെല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും ഒരു ട്രിഗറിങ് പോയിൻ്റ് ഉണ്ടാവും. ഒരു കാര്യം സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ ഇടപെടണമെങ്കിൽ. അതുപോലെ എന്നെ ട്രിഗർ ചെയ്ത 2 കാര്യങ്ങൾ. ഒന്ന്, ഇന്നലെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നൊരു കമൻറ്റാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് കമൻറ്റുകൾ വരുന്നുണ്ട്, മെസ്സേജുകൾ വരുന്നുണ്ട്. കമൻറ്റല്ല, മെസ്സേജുകൾ വരുന്നുണ്ട്. ദേവിന് പേടിയാണോ, ദേവ് എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല, ദേവിന് നിലപാടില്ലേ, മറ്റെല്ലാവരെയും വിമർശിക്കാമല്ലോ, എന്തുകൊണ്ട് ഷഫീന ബീവിയെ വിമർശിക്കാൻ പറ്റുന്നില്ല, അത്രയും വലിയൊരു തെറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് വിമർശിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജുകൾ വന്നു. അപ്പോഴും ഞാൻ വീഡിയോ ചെയ്യാത്തത് ശരിക്കും എൻ്റെ മൈൻഡ് ഓക്കെ അല്ലായിരുന്നു. ഞാൻ മൈൻഡ് ഓക്കെ അല്ലാതെ ഞാൻ ഇമോഷണൽ ബ്രേക്ക് ഡൗണിൽ നിൽക്കുമ്പോൾ ഞാൻ വന്ന് വീഡിയോ ചെയ്താൽ ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കഴിയുന്നതും പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ സഭ്യത വിടാതെ സംസാരിക്കാൻ ഞാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. ഒരാളുടെ വീഡിയോ ചെയ്യുമ്പോൾ, ഒരാളെ വിമർശിച്ച് അല്ലെങ്കിൽ ഒരാളെ റിയാക്ട് ചെയ്യുമ്പോൾ അവരുടെ അച്ഛനെയോ അമ്മയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളെയോ ഒന്നും ആ വിഷയത്തിലേക്ക് വലിച്ചഴക്കാതെ അവരെന്താണോ ചെയ്യുന്നത്, എന്താണോ പ്രവർത്തിച്ചത് ആ വിഷയത്തെ മാത്രം സംസാരിക്കാനേ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. കഴിയുന്നതും ആരെയും വ്യക്തിഹത്യ ചെയ്യാതെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്, അവരുടെ പ്രവൃത്തി മാത്രം വിമർശിച്ചുകൊണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ദയാ സുജിത്തിൻ്റെ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നൊരു വിഷയമാണ് ദയയുടെ വസ്ത്രം. അതിട്ടുകൊണ്ടുള്ളൊരു ഫോട്ടോ, 2023 ഫോട്ടോ. ഏകദേശം 3 വർഷങ്ങൾക്ക് ശേഷം ഷഫീന ബീവി അല്ലെങ്കിൽ ഷഫീന ചേച്ചി എടുത്തു വെച്ചിട്ട് ആ വീഡിയോ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ചത്. ക്രിറ്റിസിസം നല്ലതാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം നല്ലതാണ്, എല്ലാവർക്കും ഉള്ളതാണ്. ഒരു കാര്യം കാണുമ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും എല്ലാ മനുഷ്യർക്കും ഉണ്ട്. പക്ഷേ അത് സംസാരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ്, നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, അത് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഒരമ്മ ആയിരിക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. അമ്മ എന്നുപരി ഒരു മനുഷ്യനായിരിക്കെ ശ്രദ്ധിക്കേണ്ട കാര്യമായിരുന്നു. അതിനവരൊരു എക്സ്പ്ലനേഷൻ വന്നു. ഞാനൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിൽ നിന്ന സമയത്തായിരുന്നു ആ വീഡിയോ ചെയ്തത്. ആക്ച്വലി ഈ വിഷയം ഞാൻ അവരോട് സംസാരിച്ച് അവസാനിപ്പിച്ചതാണ്. പക്ഷേ അങ്ങനെ അവസാനിപ്പിച്ചെങ്കിലും നമ്മുടെ ജനങ്ങളാണല്ലോ, നമ്മുടെ സമൂഹമാണല്ലോ, അവർ നോക്കുമ്പോൾ എല്ലാ യൂട്യൂബേഴ്സും ചെയ്യുന്നു, എന്തുകൊണ്ട് ദേവ് മാത്രം ചെയ്തില്ല? ദേവ് അവരെ ന്യായീകരിക്കുന്നതാണോ? ദേവ് അവരെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാണോ? അവർ ചെയ്തത് ശരിയാണെന്ന് പറയുവാണോ? ഒരിക്കലുമല്ല. 100-ന് 110% അവർ ഉപയോഗിച്ച ഭാഷ തെറ്റാണെന്ന് തന്നെ ഞാൻ പറയും. പിന്നെ വസ്ത്രത്തിൻ്റെ കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആൾക്കാർ എന്നും ഈ വസ്ത്രം ധരിക്കുന്ന കാര്യത്തിൽ 2 അഭിപ്രായമുള്ള ആൾക്കാരാണ്. ചില ആൾക്കാർക്ക് സ്ലീവ്ലെസ്സും ഈ പറയുന്ന ക്ലീവേജ് കാണിക്കലും അല്ലെങ്കിൽ ഈ പറയുന്ന ഷോർട്സ് ധരിച്ച് പെൺകുട്ടികൾ പുറത്തിറങ്ങുന്നതൊക്കെ തെറ്റായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അത് ശരിയായിട്ട് കാണുന്നുള്ളൂ. ഏതൊരു കാര്യം എടുത്താലും അവൻ 2 വശമുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെയും 2 വിഭാഗം ആൾക്കാരുണ്ട്. അവർ പറഞ്ഞത് അവരുടെ അഭിപ്രായമായിരിക്കാം, അവരുടെ അഭിപ്രായം പറയാൻ ശ്രമിച്ചതായിരിക്കാം. പക്ഷേ അതിനുപയോഗിച്ച ഭാഷ, അവിടെയാണ് എൻ്റെ വിമർശനം. എനിക്ക് തെറ്റായിട്ട് തോന്നിയത് ഭാഷയാണ്. അവർക്ക് പറയാം, അവരുടെ അഭിപ്രായം അവർക്ക് പറയാം, അതിന് യാതൊരു തെറ്റുമില്ല. അവർക്ക് നല്ല ആർക്കും പറയാം. ഇപ്പോൾ ദയയ്ക്ക് വസ്ത്ര സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിന് ഒരു വ്യക്തിയെ ഹത്യ ചെയ്തിട്ടല്ല ആ ഒരു സ്വാതന്ത്ര്യം കാണിക്കേണ്ടത്, നമ്മൾ എടുക്കേണ്ടത്. എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു ഭാഷയിലായിരുന്നില്ല
ഷഫീന ചേച്ചി ആ വീഡിയോയിൽ സംസാരിച്ചത്. നേരിട്ട് സംസാരിച്ച് കഴിഞ്ഞ കാര്യമാണ്. പക്ഷേ ഞാൻ ഈ വീഡിയോയിൽ അത് സംസാരിക്കാൻ നിർബന്ധിതനായത് പല ആൾക്കാരുടെയും കമൻറ്റും, പിന്നെ ഷഫീന ചേച്ചി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞു അനന്ത് വരെ വീഡിയോ ചെയ്തു, ഇനി ദേവും കൂടിയേ വീഡിയോ ചെയ്യാനുള്ളൂ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ആവശ്യമില്ലായിരുന്നു അവിടെ. ഞാൻ വീഡിയോ ചെയ്യുന്നത് എൻ്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ് അല്ലേ. ഞാൻ ഏത് വിഷയം സംസാരിക്കണം, ഏത് വിഷയം സംസാരിക്കേണ്ട, ചിലപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ മൗനമായിട്ടിരിക്കുക, ചില വിഷയങ്ങൾ ഞാൻ എടുക്കാറില്ല. പക്ഷേ ഇവിടെ ഞാൻ മിണ്ടാതിരുന്നാൽ കാര്യങ്ങളെ വളച്ചൊടിക്കപ്പെടുമെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വിഷയം സംസാരിക്കുന്നത്. ഇവിടെ ഞാൻ ഷഫീന ബീവി സംസാരിച്ച കാര്യങ്ങളൊന്നും പ്ലേ ചെയ്യാൻ പോകുന്നില്ല, കാരണം അത് തെറ്റാണ്. ഒരുപാട് ആൾക്കാർ അവർ പ്ലേ ചെയ്ത വാചകങ്ങൾ വീണ്ടും 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 പ്ലേ ചെയ്തുകൊണ്ട് അവരെ വിമർശിച്ചു. അതേസമയം നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കാര്യം പറയാമായിരുന്നു ആ വീഡിയോ വയ്ക്കാതെ. കാരണം ആ വീഡിയോ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ ആ പെൺകുട്ടിയും ആ പെൺകുട്ടിയുടെ അമ്മയും അച്ഛനും അനുഭവിക്കുന്ന വേദന നിങ്ങൾ മനസ്സിലാക്കണമായിരുന്നു. വിമർശിക്കാം, നമുക്ക് ആരെയും വിമർശിക്കാം. പക്ഷേ ഒരു വ്യക്തി ചെയ്ത തെറ്റിനെ നിങ്ങളുടെ പ്രൊഫൈലിൽ വീണ്ടും അത് പ്ലേ ചെയ്യുമ്പോൾ അതേ തെറ്റ് നിങ്ങളും ചെയ്യല്ലേ. നിങ്ങൾ ആ വ്യക്തിയെ വിമർശിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെങ്കിൽ പോലും അത് നിങ്ങളിലൂടെ നാട്ടുകാർ അറിയിക്കുകയാണ്, ശരിയല്ലേ. നിങ്ങൾക്ക് പറയാം ഇന്ന വ്യക്തി ഇന്നതുപോലെ സംസാരിച്ചു. അതിന് ഞാൻ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ പറയുന്നു ഉണ്ണീസ് വ്ലോഗിലെ ഉണ്ണിയും ശ്രുതിയും. അവരവരുടെ വീഡിയോ ഒന്നും പ്ലേ ചെയ്യാതെ ഇവർ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തു. അവർ കാര്യകാരണങ്ങൾ സഹിതം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ വീഡിയോ പ്ലേ ചെയ്യുന്നില്ല. അതിലൂടെ ഞാൻ കൂടി ദയനെ ഒരു വ്യക്തിഹത്യക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിവിടെ പറയാനുള്ളത് ദയയുടെ ഒരു വിൽ പവറാണ്. ഏതൊരാളും അത്രയും അധിക്ഷേപം കേൾക്കും. അധിക്ഷേപം തന്നെയാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല, അധിക്ഷേപം തന്നെയാണ്. പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല അവിടെ കൺവേ ആയത്. അച്ഛനെയും അമ്മയെയും ഒക്കെ അതിലേക്ക് വലിച്ചടിച്ചിട്ട് ഉപയോഗിച്ച ഭാഷ ഒക്കെ 100% തെറ്റ് തന്നെയാണ്, ഒരു സംശയം വേണ്ട. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ല അത്. പക്ഷേ ഇവിടെ ആ വിഷയത്തിനോട് ദയ സമീപിച്ച രീതി അതൊരു വലിയ സല്യൂട്ട് കൊടുക്കേണ്ട കാര്യമാണ്. ഉള്ള ഇമോഷൻ മുഴുവൻ ബ്രേക്ക് ചെയ്യാനുള്ള ഒരു വേദിയല്ല പബ്ലിക് പ്ലാറ്റ്ഫോം. എൻ്റെ ഇമോഷൻ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് ഞാൻ സോഷ്യൽ മീഡിയ വന്നിട്ട് 10 പേരെ തെറി പറഞ്ഞാൽ ഞാൻ അവിടെ ആരായി, ഞാൻ എന്തായി? ഞാൻ മാറി നിൽക്കണം. ഇതാണ് ഞാൻ ചെയ്യുന്നത്. 2 ദിവസം ഞാൻ വീഡിയോ ചെയ്യാത്തത് ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിരുന്നു. ഞാൻ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നില്ല, ഞാൻ വീഡിയോ ചെയ്തില്ല, ഞാൻ മാറി നിന്നു. പുറത്തിറങ്ങി പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിലും എൻ്റെ ഉള്ളുകൊണ്ട് ഞാൻ ഒരു സങ്കടത്തിലായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ചെയ്തില്ല, ഞാൻ മാറി നിന്നു. എന്തുകൊണ്ട് അങ്ങനെ മാറി നിൽക്കാൻ പറ്റുന്നില്ല? ഒരു പെൺകുട്ടി അവളുടെ 2023 ഒരു ഫോട്ടോ, അതും ആ കുട്ടിയുടെ പ്രൊഫഷണൽ ഫോട്ടോ. ആ കുട്ടിയുടെ മോഡലിംഗ് പഠിച്ച കുട്ടിയാണ്, അല്ലെങ്കിൽ ഫാഷൻ ടെക്നോളജി പഠിച്ച കുട്ടിയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊഫഷണൽ ഫോട്ടോ അതിൻ്റെ പ്രൊഫൈലിൽ, ആ കുട്ടിയുടെ തന്നെ പ്രൊഫൈലിൽ ശരിക്കും ഒരു ട്രസ്പാസിങ് അല്ലേ? അവളുടെ പ്രൊഫൈലിലിടുമ്പോൾ അത് കാണുന്ന ആരാണ്? ആ കുട്ടീനെ ഫോളോ ചെയ്ത ആൾക്കാർ മാത്രമാണ് അല്ലേ. ഫോളോ ചെയ്യാത്ത ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. ഞാനൊരു സാധനം കാണുമ്പോൾ അതെടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ ആ കുട്ടിയുടെ പറമ്പിലേക്ക് ട്രസ്പാസ് ചെയ്ത് അവിടെ പറമ്പിൽ നിന്ന് തെങ്ങിൽ നിന്ന് തേങ്ങ പറിച്ച് ആ തേങ്ങ കൊള്ളില്ല എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി, അതിൻ്റെ അനുവാദം ഇല്ലാതെ. അതും ചിന്തിക്കണം. നമ്മളെല്ലാവരും പലരുടെയും പ്രൊഫൈലിൽ കയറിയിട്ട് വീഡിയോസ് എടുക്കാറുണ്ട്. പക്ഷേ അതിൽ യൂസ് ചെയ്യുന്ന, ഞാൻ വീണ്ടും പറയുന്നു, അതെടുത്ത് വെച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ അത് എന്ത് ഇമോഷണൽ ബ്രേക്ക് ഡൗണിൻ്റെ പേരിലാണെങ്കിലും വൺസ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞതാണ്. പിന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതിനുവേണ്ടി ഷഫീന ചേച്ചി ഒരുപാട് എക്സ്പ്ലനേഷൻ പറഞ്ഞു, 2-3 വീഡിയോകൾ ചെയ്തു. ഞാൻ ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാണ് സംഭവിച്ചു പോയത്. പക്ഷെ അതൊന്നും ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എന്നിട്ടും ഇപ്പോഴും ഷഫീന ചേച്ചി ചെയ്യുന്നത് അതിനെ ന്യായീകരിക്കുക തന്നെയാണ്. ഈ വീഡിയോ ഷഫീന ചേച്ചി കാണുമ്പോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഒരു മറു വീഡിയോ വരുമായിരിക്കാം. ഞാൻ ഇതിനകത്ത് അവരെ വിമർശിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് കണ്ടൊരു കാഴ്ച, ദിവ്യ നാഗസൈരന്ദ്രി ദേവി, അങ്ങനെ ഒരു വ്യക്തി നിങ്ങൾക്ക് എല്ലാവരും അറിയായിരിക്കും. ഷഫീന ബീവി ഇവിടെ ഇത്രയധികം മോശമായിട്ട് സംസാരിച്ചു. അതിന് നാഗസൈരന്ദ്രി ദേവി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് പുളിച്ച തെറിയാണ്. പക്ഷെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ഷഫീന ബീവിനെ തെറി പറഞ്ഞ ആൾക്കാർ, പല ആൾക്കാരും അവരുടെ ആ വീഡിയോയുടെ താഴെ പോയിട്ട് പൊളി ചേച്ചി മാസാണ്, ചേച്ചി പൊളിയാണ്, ചേച്ചി അടിപൊളിയാണ്, ഇങ്ങനെ തന്നെ മറുപടി കൊടുക്കണം എന്ന് പറയുന്നു. അതിൻ്റെ ഒരു മെക്കാനിസം എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ആലോചിക്കുക, ഷഫീന ബീവി ഇവിടെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ അതിനെ ഇത്രയധികം ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തപ്പോൾ ഞാൻ ഷഫീന ബീവി ന്യായീകരിക്കുന്നതല്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഇഷ്ടമല്ലാത്തത് ഞാൻ ഇഷ്ടമല്ല എന്ന് തന്നെ പറയും. മോശമായിട്ട് സംസാരിച്ചത് എനിക്ക് 100% ഇഷ്ടമായിട്ടില്ല. അത് ഞാൻ അത്രയും എൻ്റെ ഭാഷയിൽ ഞാൻ വിമർശിക്കുകയാണ്. തെറ്റാണ്, 110% തെറ്റാണ്. പക്ഷേ മറുവശം എന്ന് പറയുന്നത്, ഷഫീന ബീവി അങ്ങനെ സംസാരിച്ചപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നാഗസൈരന്ദ്രി തിരിച്ചു പറഞ്ഞത് പുളിച്ചതെറി എന്ന് പറഞ്ഞാൽ പുളിച്ചതെറി. ഓക്കെ, അപ്പോൾ ഇവിടെ വിമർശിച്ച ആൾക്കാരിൽ പല ആൾക്കാരും ആ വീഡിയോയുടെ താഴെ പോയിട്ട് ചേച്ചി അടിപൊളിയാണ്, ചേച്ചി ഇതുപോലെയാണ് മറുപടി കൊടുക്കേണ്ടതെന്ന് പറയുന്നു. അതിൻ്റെ പുറകിലുള്ള മെക്കാനിസമാണ് എനിക്ക് മനസ്സിലാവാത്തത്. അപ്പോൾ ഒരു പന്തിയിൽ 2 സദ്യ, അതെന്തിനാണ്? ഓക്കെ, അതൊക്കെ നിന്നോട്ടെ, അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. അത് അവർ തമ്മിൽ അടിച്ചു തീർക്കോ തെറിപറന്ന് തീർക്കോ എന്താ വെച്ചാൽ ആയിക്കോട്ടെ, എന്നെ ബാധിക്കുന്ന വിഷയമല്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ പല ആൾക്കാരും പറയുന്നത് കേട്ടു, ഞാൻ ഷഫീന ബീവിയുടെ ആളാണ്, ഞാൻ പറയുന്നതിനപ്പുറം ഷഫീന ബീവി പ്രവർത്തിക്കാറില്ല, ഷഫീന ബീവിയുടെ ബ്രെയിൻ ഞാനാണ്. സഹതാപം മാത്രമേ തോന്നുള്ളൂ, നിങ്ങളോട് സഹതാപം മാത്രമേ തോന്നുള്ളൂ ഈ പറയുന്ന ആൾക്കാരോട്. ഒരിക്കലും ദേവ് പറഞ്ഞിട്ടല്ല ഷഫീന ബീവി വീഡിയോ ചെയ്യുന്നത്, ഷഫീന ബീവി പറഞ്ഞിട്ടല്ല ദേവ് വീഡിയോ ചെയ്യുന്നത്. ദേവിൻ്റെ കോണ്ടന്റ് അല്ല ഷഫീന ബീവിയുടെ കോണ്ടന്റ്, ഷഫീന ബീവിയുടെ കോണ്ടന്റ് അല്ല ദേവിൻ്റെ കോണ്ടന്റ്. എൻ്റെ അഭിപ്രായമല്ല അവരുടേത്, അവരുടെ അഭിപ്രായമല്ല എൻ്റെത്. എൻ്റെ സംസാര ശൈലിയല്ല അവരുടേത്, അവരുടെ സംസാര ശൈലിയല്ല എൻ്റെത്. പിന്നെ നിങ്ങൾ എങ്ങനെയാണ് അത് കമ്പയർ ചെയ്യുന്നത്? നിങ്ങൾ എങ്ങനെയാണ് അത് കണക്ട് ചെയ്യുന്നത്? ഷഫീന ബീവിക്ക് ഷഫീന ബീവിയുടെ
നിലപാടും സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. ചില സമയങ്ങളിൽ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ അവരോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന തെറി പറയുന്ന കാര്യം അങ്ങനെ ഉപയോഗിക്കല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കോൺവെർസേഷനാണ് ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുന്നത്. ഇതെങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ നിങ്ങൾ കണക്ട് ചെയ്യുന്നത്? അവരവരുടെ വീഡിയോയിൽ പേര് പറയുന്നതുകൊണ്ടോ? എന്തേ ഒരേ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ തമ്മിൽ പരസ്പരം സംസാരിക്കാൻ പാടില്ല എന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? നിയമമുണ്ടോ അങ്ങനെ സംസാരിക്കാൻ പാടില്ല എന്ന്? എനിക്കറിയില്ല. അങ്ങനെ ചിന്തിച്ച് അനാവശ്യമായിട്ട് നരേഷൻ കൊണ്ടുവരുന്ന ആൾക്കാരോട് എനിക്ക് വെറും സഹതാപം മാത്രമേ തോന്നുള്ളൂ. എനിക്ക് ആരുടെയും കൂടെ നിന്ന് ഈ ഇത്തിൽ കണ്ണിയായിട്ട് നിൽക്കാൻ താല്പര്യമില്ല. ഒരാളുടെയും ഇത്തിൽ കണ്ണിയാവാൻ താല്പര്യമില്ല. അങ്ങനെയായിരുന്നു ഞാൻ നിന്നിരുന്നെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഇത്രയും കൗണ്ട് വന്നാൽ പോരാ. ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഇപ്പോൾ 3 വർഷമായി. അതിലൊരു 1.5 വർഷമായിട്ടുള്ളൂ ഞാനൊന്ന് സീരിയസ് ആയിട്ട്. ഓക്കെ, 1.5 വർഷമായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എത്രയോ ആൾക്കാർ എന്നെക്കാളും സബ്സ്ക്രൈബേഴ്സായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. എൻ്റെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഇതല്ല. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ചാനലിൽ പോയാലും എനിക്ക് ജീവിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ആരുടെയും ഇത്തിൽ കണ്ണിയായിട്ട് നിൽക്കാനോ അല്ലെങ്കിൽ ആരെയും മര്യാദ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ആരുടെയും മകനായിട്ട് നിൽക്കാനോ മടി കിടന്ന് ഉറങ്ങാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല. ഞാനിത് ഈ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, പല ആൾക്കാരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് പല ആൾക്കാരും പറഞ്ഞ് കേട്ടതുകൊണ്ട് ഇല്ല ഞാൻ പറയില്ല. എനിക്ക് ആരുടെയും എന്താ പറയുക, സൗഹൃദങ്ങൾ എനിക്കിഷ്ടമാണ്. പക്ഷെ അത് ബാധ്യതകളാവുമ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിപ്പോകാറുണ്ട്. എൻ്റെ വാക്കിന് വിലയില്ലാതെ വരുമ്പോൾ ഞാൻ അവിടെ നിന്ന് മാറിപ്പോകാറുണ്ട്. പലപ്പോഴും പല ബന്ധങ്ങളിൽ നിന്ന് ഞാൻ മാറിപ്പോകുന്ന അങ്ങനെ തന്നെയാണ്. എനിക്ക് വാല്യൂ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ നിൽക്കാറില്ല. ഓക്കെ, ഈ ഒരു വീഡിയോയോട് കൂടി ഞാനെല്ലാം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്കറിയാം ഇനി മറ്റൊരു വിഷയം ഞാൻ സംസാരിക്കണമെങ്കിൽ ഈ വീഡിയോ ചെയ്യാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ഏത് വിഷയം ചെയ്താലും എൻ്റെ താഴെ കമൻറ്റ് വരും. നീ ഷഫീന ബീവിയുടെ ആളല്ലേ, അതുകൊണ്ടല്ലേ നീ അവർ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ച് വീഡിയോ ചെയ്യാതിരുന്നത്, അല്ലെങ്കിൽ അതുകൊണ്ടല്ലേ നീ അവർ ചെയ്ത തെറ്റ് കണ്ടിട്ടും മിണ്ടാതിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കമൻറ്റുകൾ വരും. എനിക്കറിയാം. എന്തായാലും നമുക്ക് ദയയുടെ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. കാരണം ദയയുടെ ആ ഒരു വിൽ പവർ, ദയയുടെ സംസാരം, ദയ അത് പ്രസൻറ്റ് ചെയ്ത രീതി, അതായത് ആ വിഷയത്തിന് ഇവിടെ നിന്നുണ്ടായ ആക്ഷന് ഒരു റിയാക്ഷൻ കൊടുത്ത രീതി, റിയലി ഹാറ്റ്സ് ഓഫ് ടു. ഒന്നും പറയാനില്ല, ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ചെടി കാണിച്ചിട്ട് ഇതിന് മറുപടി കൊടുക്കുന്നതിനേക്കാളും നല്ലത് ആ സമയം ഞാൻ ഈ ചെടിക്ക് ഉപയോഗിച്ചാൽ, ചെടിക്ക് വേണ്ടി മാറ്റിവെച്ചാൽ അതൊരു വലിയ കാര്യമാണെന്ന് ദയ പറഞ്ഞു വെച്ചത്. ഈ ഒരു ഏജിൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഒരാൾക്കും ഇത്രയും മെച്ചുവേർഡായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ അത് കരുതുന്നില്ല. സാധാരണ പെൺകുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ ആൺകുട്ടികളായിക്കോട്ടെ ഒരു അറ്റാക്ക് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആവും, ഇമോഷണൽ ആവും, എന്തും ചെയ്യും. നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾ എല്ലാവരും കണ്ടതായിരിക്കും, പക്ഷേ എനിക്കൊന്ന് പ്ലേ ചെയ്യണം തോന്നുന്നു. കാണാം. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. അഗൈൻ ഇൻ മൈ ഫേമസ് നൈറ്റി. മൈക്കൊക്കെ ഉണ്ട്, മൈക്കിന് അവിടെ പിടിഞ്ഞ് എടുക്കണം. കുറച്ച് മടിയാണ്. ഇന്ന് രാവിലെ കുറച്ചൊന്നും മഴ പെയ്തിട്ട് ഇരിപ്പുണ്ട് അവിടെ. എനിവേ, ഞാനിവിടെ ഒരു കാര്യം പറയാനാണ് വന്നത്. കുറച്ച് സീരിയസ് ആണ്. ഞാൻ പല്ല് വെച്ചിട്ടില്ല. എന്നിട്ട് കാപ്പിക്ക് വേണ്ടി വെള്ളം തിളപ്പിക്കുക, ഫുൾ ഓൺ. ബട്ട് എനിവേ, ഒരു കാര്യം പറയാനാണ് വന്നത്. സീരിയസ് ആണ്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനൊരു കാര്യം ചെയ്തു. And I'm so happy that I did. കാണിച്ചു തരട്ടെ. I got my sunflowers. Yeah. So എൻ്റെ കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്നെ അറിയായിരിക്കും. മൈ ഫേവറേറ്റ്സ് ആർ ലില്ലീസ്. ഞാൻ ലില്ലീസ് ഞാൻ മേടിച്ചു. കുറച്ച് ദിവസമായി മേടിച്ചിട്ട്. കാരണം ഇത് മിനിഞ്ഞാന്നാണ് ആയത്. ഇത് 2 ഓൾറെഡി ആയിരുന്നു. ഇത് ദ്രവിച്ചു പോയി ഗൈസ്. ഇത് ദ്രവിക്കാറായി. ഇതിൻ്റെ ശേഷി കഴിയാറായി. ഞാൻ കാണിച്ചു തരാം ദിവസമായിട്ട് ഇത് കഴിക്കാറായി. സോ ഞാൻ ഒരിക്കലും എനിക്ക് പൂ മേടിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി അങ്ങനെ ഞാൻ പൂ ആദ്യമായിട്ട് മേടിച്ചു. കുറച്ച് നാളായി, ഒരു 1 വീക്കോളമായി. 1 വീക്കായോ ഇല്ല, 5 ദിവസം മാക്സിമം ഐ തിങ്ക്. എനിവേ, എന്ത് അടിപൊളിയാണ് മേടിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഇതെടുത്ത് അവിടെ വെക്കും. ഡോറിൽ നിന്ന് ഇറക്കി എന്ന് പറയുമ്പോൾ എൻ്റെ റൂമിലല്ല, ലിവിംഗ് റൂമിൽ വയ്ക്കുന്നത്. പുറത്ത് പോയിട്ട് അകത്ത് വരുമ്പോൾ ഇതിനൊരു മണമുണ്ട്, ഒരു പ്രത്യേക മണമാണ്. മറ്റേ അടിപൊളി മണമുണ്ട്, പ്രത്യേക നൈസ് സ്മെൽ. അപ്പോൾ ഞാൻ പറയാൻ വന്നത്, ഐ ഗോട്ട് മൈ സെൽഫ് റിലീസ്. എനിക്കൊരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അയ്യാൾ പൂ മേടിച്ചോ, എനിക്കിത് ആക്ച്വലി ഒരു ബിഗ് അച്ചീവ്മെൻ്റ് ആണ്. കാരണം ടു ലവ് യുവർ സെൽഫ് ഇസ് ടു ബി സീൻ ബൈ യുവർ സെൽഫ്, ടു റെസ്പെക്ട് യുവർ സെൽഫ്. ഞാൻ ഒരിക്കലും അങ്ങനെ പ്രത്യേകിച്ച് എന്നെ റെസ്പെക്റ്റ് ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ എനിക്കങ്ങനെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക, പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരിക്കലും എനിക്ക് പൂ മേടിച്ചിട്ടില്ല. മറ്റുള്ളവർക്ക് ഞാൻ പൂ മേടിച്ചിട്ടില്ല, എനിക്ക് മാത്രമേ ഞാൻ പൂ മേടിച്ചില്ല. അങ്ങനെ ഞാൻ പൂ മേടിച്ചു. അത് കാണിക്കാനാട്ടോ ഞാൻ വന്നേ. ഇതുണ്ട്. അപ്പം നമുക്ക് ഒരു 2 ദിവസം കൂടെ കഴിയുമ്പോൾ നമുക്ക് ഇതങ്ങ് ഇവിടെ വെട്ടിക്കളയാം. കാരണം ഇതിപ്പോഴും സ്റ്റിൽ ഇതുണ്ട്. ഞാൻ ഷൂട്ട് ചെയ്താലും നല്ലിക്കുക ഇത് വെച്ചിട്ടിങ്ങനെ ഫോട്ടോ ഷൂട്ട്. ബട്ട് അതല്ല അറിയാം, ഇതിൻ്റെ ഞങ്ങൾ നോക്കണമെന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ നോക്കും. പിന്നെ ഇവിടെ ഇതിൻ്റെ ഒരു സംഭവമുണ്ട്, അത് ഞാൻ വെട്ടി കാണിക്കാം. ഈ ലില്ലീസിൻ്റെ സംഭവം എന്ന് വെച്ചാൽ, ഇതാണ് മെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ. ഈ മെയിൽ പാർട്ട് കട്ട് ചെയ്താൽ പൂക്കൾ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും ബ്ലൂമിങ്ങിൽ. സോ വി ഹാവ് ടു സെപ്പറേറ്റ് ദ മെയിൽ. യു ഹാവ് ടു ടേക്ക് ഔട്ട് ദ മെയിൽ പാർട്ട് ഓഫ് ദ ഫ്ലവർ ഇൻ ഓർഡർ ഫോർ ദ ഫ്ലവർ ടു ബ്ലൂം. ഐ മീൻ, ഞാൻ കുറ്റപ്പെടുത്തിയൊന്നുമല്ല പറയുന്നത്, ആരും ടാർഗറ്റൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ ഏത് അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് നമുക്ക് ഇതിങ്ങനെ അങ്ങ് വയ്ക്കാം. ഓക്കെ.
സംബന്ധിച്ച് ഇത് ഫുൾ പൊടിയാണ്, പിന്നെ സ്റ്റെയിൻ ആണ്, പിന്നെ ഇതിൻ്റെ ഒരു നാറ്റമുണ്ട്. ഐ മീൻ ഫ്ലവേഴ്സ് അല്ല, ഈ സ്പെസിഫിക്കിന്, ഈ സ്പെസിഫിക് പാർട്ട് എനിക്ക് അത്ര ബയോളജിയിൽ അത്രയും നല്ല. അപ്പം നമുക്ക് കട്ട് ചെയ്ത് നമുക്കങ്ങ് വിടാം. In my life, I've been waiting for someone else to buy me flowers where I could have just. ഞാനിത് ഇന്നലെ ഇത് വെട്ടിയായിരുന്നു. ഇന്നലത്തെ വീഡിയോ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇത് മറ്റേ ഇവിടെ ഒരു സാധനമുണ്ട്. പിന്നെ കുറേ പേര് അറിയാം, ഞാനിപ്പോൾ ചെറുതായിട്ട് എയറിലാണ്. ഇപ്പോൾ എയർന്ന് മാറി സ്പേസിലേക്ക് ആവുന്നുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. സത്യമായിട്ട് ഞാൻ ഓക്കെയാണ്. സത്യാവസ്ഥ പറയും, ഇതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറയണമെന്ന് വെച്ചാൽ ഞാൻ പറയാം. സത്യാവസ്ഥ പറയാം. കുറച്ച് ദിവസം മുമ്പ് മെൻ്റലി, പേഴ്സണൽ ലൈഫിൽ കുറച്ച് മെൻ്റലല്ല, പേഴ്സണൽ ലൈഫിൽ കുറച്ച് തകർച്ച ഒരു വന്നു. പേഴ്സണൽ ലൈഫ് അങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ്. അപ്പോൾ ഡൗണിലായിരുന്നു ഞാൻ. ആ സമയത്ത് ഞാൻ വിചാരിച്ചു ഫോർ ദ ഫസ്റ്റ് ടൈം ഐ ടേക്ക് ഇൻസ്റ്റാഗ്രാം ബ്രേക്ക്. ഒരു ഇൻസ്റ്റാഗ്രാം ബ്രേക്ക് എടുത്ത്, കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദ ബർഡൻ ഓഫ് പോസ്റ്റിംഗ് എവറി ഡേ ആൻഡ് മേക്കിംഗ് യു ഗൈസ് ഹാപ്പി. ഐ ഡോണ്ട് വോണ്ട് ദാറ്റ്. യൂഷ്വലി മോസ്റ്റ് ഓഫ് ദ ടൈം ഐ ഡു ദാറ്റ്. ഐ ടേക്ക് ദി ഇനിഷ്യേറ്റീവ് ടു പോസ്റ്റ് ടു മേക്ക് യു ഹാപ്പി. നിങ്ങളുടെ കുറച്ച് പേരുണ്ട് എൻ്റെ കോൺഫിഡൻസ് കണ്ട് ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വെച്ചു. ബ്രേക്ക് എടുത്തു. എനിക്ക് അയ്യോ എന്ത് പറ്റി. എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ഞാൻ പോസ്റ്റ് ഒന്നും ചെയ്യുന്നതെന്ന് വെച്ചു. അടുത്ത ദിവസം ഞാനങ്ങ് എയർലൈൻ, ഞാൻ പേരുമാണെന്നും പറയുന്നില്ല, ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ഗിവ് മൈ എനർജി അങ്ങോട്ട്, ആൻഡ് ഐ ഡോണ്ട് വോണ്ട് ടു ഹാവ് ദാറ്റ് നെഗറ്റീവ് എനർജി ബൈ സേയിങ് ദ നെയിംസ്. ബട്ട് ഐ സേ ദിസ് ഫോർ വൺസ്. അത് ഞാൻ ഒരിക്കലും പറയില്ല. അത് കഴിഞ്ഞ് ഞാനത് കണ്ടില്ല ഫുള്ള്, കുറച്ച് ബിക്കോസ് ഇറ്റ് ഇസ് വെരി മച്ച്. നമ്മളെന്തോ എന്തത് ഈ മറ്റേ ചട്ടുകത്തിൽ എണ്ണയിൽ കടുകിടുമ്പോൾ പൊട്ടൂലേ, അതിൻ്റെ കൂടെ വെള്ളം കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊട്ടി അങ്ങ് അതുപോലെ ആയിരുന്നു. അപ്പോൾ ഞാൻ ഐ വാസ് ലൈക്ക് ഡോണ്ട് റിയാക്ട്, ഇറ്റ്സ് ഫൈൻ. ഇതുപോലെ കുറേ ഇതുപോലെ വന്നിട്ടില്ല, പക്ഷേ സംവാട്ട് പേസ് കാം ഡൗൺ, ലെറ്റ്സ് ടേക്ക് എ ചിൽ പിൽ, കണ്ടിന്യൂ വിത്ത് മൈ ലൈഫ്. ഓൾറെഡി ഡൗൺ ആണ്. അപ്പോൾ എനിക്ക് ഇത് ആക്ച്വലി ഇറങ്ങിയപ്പോൾ ഫുള്ള് കാണാത്തതുകൊണ്ടും എനിക്ക് പ്രത്യേകിച്ച് വില ഉണ്ടായിരുന്നു. സത്യം പറയാമല്ലോ, കാലിൻ്റെ അടിയിലെ പൊടിയുടെ വില എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ സത്യമായിട്ടും. പക്ഷേ then I later came to know that this was affecting, I mean yes, it was affecting എൻ്റെ അമ്മയച്ഛൻ്റെ പേരുണ്ടായിരുന്നു. but they were also busy with they're like it's fine, you know, നമുക്ക് ഇഗ്നോർ അടിക്കാം. Because I don't want to waste my energy on someone like this. I would use my energy to keep these flowers alive. This makes more sense. ഞാൻ പറഞ്ഞ മനസ്സിലായി. I don't want to put my energy on that. I'm not calling that a human. That is something else. അത് വേറെ എന്തോ ജീവിയാണ്. Anyway, ഓക്കെ, ബാക്കി കുറച്ചുകൂടെ ഉണ്ട് ആ ഭാഗം, ഞാൻ അത് പ്ലേ ചെയ്യുന്നില്ല. എന്തായാലും ദയ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പോയിന്റ് എന്ന് പറയുന്നത് ആ ഫ്ലവറിൻ്റെ, അതായത് ദയ പറഞ്ഞ ആ ഒരു ഫ്ലവറിൻ്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ ചീഞ്ഞിരിക്കുകയായിരുന്നു. അതിനെ വെട്ടിക്കളഞ്ഞാൽ കുറച്ചുകൂടി തഴച്ചു വളരും. നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാകുന്ന ചില കാര്യങ്ങൾ നമ്മൾ വെട്ടിക്കളഞ്ഞാൽ നമ്മൾ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ഇതാണ് പറഞ്ഞു വെക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. അതുപോലെ തന്നെ ദയ കൺവേ ചെയ്യാൻ ശ്രമിച്ച ഒരു കാര്യം, അത് ചെയ്ത രീതി, ഒരിക്കലും ആ കുട്ടീനെ എനിക്ക് ആ ഫോട്ടോ കണ്ട ഒരു മോശം ഇൻറ്റൻഷനും ഫീൽ ചെയ്തില്ല. നല്ലൊരു പിക്ചർ അങ്ങനെയാണ് തോന്നിയത്. കാരണം ആ കുട്ടി അത് ഇട്ടത് അതിൻ്റെ പ്രൊഫൈലിലാണ്. ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പൊതു ഇടത്ത് നടക്കുകയോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ഫംഗ്ഷന് പോകുകയൊന്നുമല്ല ചെയ്തത്. അതിൻ്റെ പ്രൊഫഷണൽ ഭാഗമായിട്ട് എടുത്തൊരു ഫോട്ടോ അത് അതിൻ്റെ പ്രൊഫൈലിലിട്ടു, മറ്റ് ആൾക്കാർക്ക് അയച്ചു കൊടുത്ത് മറ്റ് ചാനലിൽ കൂടി ലക്ഷക്കണക്കിന് ആൾക്കാരിലേക്ക് എത്തിക്കുകയല്ല ചെയ്തത്. അതിൻ്റെ പ്രൊഫൈലിൽ ആ കുട്ടീനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടതാണ്. കാരണം ആ കുട്ടീനെ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ല അത് ഫോളോ ചെയ്യുള്ളൂ. അപ്പോൾ എന്തിനാണ് ഈ കോണ്ടന്റ് എടുത്തതെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. വസ്ത്ര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയാനായിരുന്നുവെങ്കിൽ ഒന്നും പറയാനില്ല. കാരണം സംഭവിച്ചു പോയതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അവർ തന്നെ ഒരു എക്സ്പ്ലനേഷൻ വഴി ഇട്ടു. ഞാൻ പറഞ്ഞ വിഷയത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു, പക്ഷേ പറഞ്ഞ ഭാഷ തെറ്റായി പോയി അല്ലെങ്കിൽ കുറച്ച് ഹാർഷായി പോയി എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. അത് എന്തോ ഇമോഷണൽ ബ്രേക്ക് ഡൗണിൻ്റെ സമയത്ത് സംഭവിച്ചാണെന്ന് പറയുന്നു. പക്ഷേ എന്ത് തന്നെ ഇമോഷണൽ ബ്രേക്ക് ഡൗൺ ആണെങ്കിലും നോ എന്നേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പാടില്ല. വീഡിയോ ചെയ്യരുതായിരുന്നു, ആ സമയത്ത് വീഡിയോ ചെയ്യരുതായിരുന്നു. അത് മാറിയിട്ട് ചെയ്താൽ മതി. എന്തത്ര തിരക്ക്, ഒരു തിരക്കുമില്ല. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിനൊരു മറുപടി കൊടുത്ത നാഗ സൈരന്ദ്രി ദേവി, അവരുടെ മറുപടി അതിൻ്റെ താഴെ പോയി കമൻറ്റ് ചെയ്ത ആൾക്കാർ നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. കാരണം ഒരു തെറ്റിനെ തിരുത്താൻ മറ്റൊരു തെറ്റ് ഉപയോഗിച്ച വ്യക്തിയെ നിങ്ങൾ അഭിനന്ദിക്കുകയും ഈ തെറ്റ് ചെയ്ത ആളെ നിങ്ങൾ വിമർശിക്കുകയും ചെയ്തു. ആ ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. എനിവേ, ഇതൊക്കെ ഒന്ന് പറയണമെന്ന് തോന്നി. ഞാൻ ഇപ്പോഴും പറയുന്നു, ദൈവം ഒരാളുടെയും ഇത്തിൽ കണ്ണിയല്ല. എനിക്ക് അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ല. എനിക്ക് ഇടമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് മാറിപ്പോയുള്ളൂ. അതാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.